नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में कारक के बारे में पढ़ा। 8 कारक है और उन कारकों के विभक्ति चिन्ह भी है, इसके बारे में पढ़ा और कारक रचना के बारे में पढ़ा। आज एक नई पाठ है। पाठ का नाम सर्वनाम। सर्वनाम के बारे में अതായത് സംഖ്യ के बारे में पढ़े तो നൗൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് പ്രോനൗണാണ്. പ്രോനൗൺ നൗൺ എന്ന് പറഞ്ഞാൽ നാമമാണ്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം, അതായത് വീണ്ടും നമ്മൾ നാമം വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കാനായിട്ടാണ് നമ്മളവിടെ അതിൻ്റെ ആവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗണുകൾ ഉപയോഗിക്കുന്നത്, സർവനാമം ഉപയോഗിക്കുന്നത്. സർവനാമമാണ് നമുക്ക് നോക്കാനുള്ളത്. സർവനാം वह विकारी शब्द है जो संख्या की पुनरुक्ति को दूर करने के लिए उसके ही अर्थ में प्रयुक्त होता है. സർവനാമം എന്ന് പറയുന്നത്, അതായത് നമ്മൾ വികാരി ശബ്ദം മുന്നേ പഠിച്ച് നമ്മൾ ചേഞ്ച് വരുന്നത്, അതായത് അതിൽ വരുന്ന കാര്യങ്ങളാണ് സംഖ്യ വരുന്നുണ്ട്, അതുപോലെ സർവനാമമുണ്ട്, ക്രിയ വിശേഷണമുണ്ട്, അതുപോലെ ക്രിയ. ഈ 4 കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുന്നത് വികാരി ശബ്ദത്തിൽ വരുന്നത്. നമ്മൾ സംഖ്യ പഠിച്ചു. അടുത്തത് സർവനാമമാണ്, അതും വികാരി ശബ്ദമാണ്. ഫസ്റ്റ് പറയേണ്ട കാര്യം തന്നെ सर्वनाम विकारी शब्द है जो संख्या की पुनरुक्ति को दूर करने के लिए നൗണിൻ്റെ ആവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, വീണ്ടും ആ റിപ്പീറ്റേഷൻ ആവർത്തിച്ച് പറയുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഉസ്കെ ഹി അർത്ഥമേ പ്രയുക്ത ഹോതാ ഹെ, അതേ അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം പേര് പറഞ്ഞ് വീണ്ടും ആ പേര് ആവർത്തിക്കാതിരിക്കാൻ, അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ പേര്, അതായത് എൻ്റെ പേര് ബീന എന്നാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ബീന എന്ന് വെച്ചിട്ടുള്ള പേര് അവിടെ ആവർത്തിക്കാതിരിക്കാനായിട്ട് അവിടെ നമ്മൾ മേം എന്ന് വയ്ക്കുന്നു. അപ്പോൾ ആവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ സർവനാമം എന്ന് പറഞ്ഞാൽ വികാരി ശബ്ദമാണ്. സംഖ്യാക്കി പുനരുക്തിക്കോ ദൂർ കർണേ കേ ലിയേ ഉസ്കേ ഹി അർത്ഥമേ പ്രയുക്ത ഹോതാ ഹേ, പ്രയോഗ ഹോതാ ഹേ. ആ നൗണിൻ്റെ ആവർത്തനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അതേ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. ഇപ്പോൾ രാം ने कृष्ण से कहा मैं तुमसे कल मिलूँगा. രാമൻ കൃഷ്ണനോട് പറഞ്ഞു. എന്താണ്? ഞാൻ തുംസേ കൽ മിലൂങ്ക, നിന്നെ നാളെ കാണാം എന്ന് പറയുന്നുണ്ട്. മെം തുംസേ, അതായത് രാമൻ കൃഷ്ണനോട് പറയണേ, രാമൻ കൃഷ്ണനെ കാണും എന്നുള്ള കാര്യം പറയുന്നതാണ്. അപ്പോൾ വീണ്ടും ആ രാമൻ എന്നും കൃഷ്ണൻ എന്നുള്ളത് എടുത്തു പറയുന്നതിന് പകരം രാമൻ എന്നുള്ളതിന് വീണ്ടും മേം എന്നുപയോഗിച്ചു. അതുപോലെ കൃഷ്ണസേ എന്നുള്ളതിനെ തുംസേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ വീണ്ടും ആ പേരിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവനാമം. ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, അവർ, ഇവർ എന്നൊക്കെ പറയുന്ന ആ വേർഡ്സ് അതെല്ലാം സർവനാമിൽ വരുന്നതാണ്. ഇസ് വാക്യ മേം മേം और तुम സർവനാം ഹേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെൻറ്റൻസിൽ മേം തുംസേ കൽ മിലൂങ്ക എന്നുള്ള സെൻറ്റൻസിൽ മേമും തുമ്മും അവിടെ സർവനാമാണ്. प्रयोग के अनुसार സർവനാം के 6 भेद हैं. അപ്പോൾ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവനാമം എന്ന് പറയുന്നത് 6 തരത്തിലുണ്ട്. ആദ്യത്തെ പോയിൻ്റ് പുരുഷവാചകമാണ്, രണ്ടാമത്തെ നിജവാചകമാണ്, മൂന്നാമത്തെ നിശ്ചയവാചകമാണ്, നാലാമത്തെ അനിശ്ചയവാചക്, 5 സംബന്ധവാചക്, 6 പ്രശ്നവാചക്. ഇപ്പോൾ प्रयोग के अनुसार सर्वनाम के 6 भेद है. पुरुषवाचक सर्वनाम, निजवाचक सर्वनाम, निश्चयवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, संबंधवाचक सर्वनाम, പ്രശ്നവാചക സർവനാം. അത് ഓരോന്നും എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്.
പുരുഷവാചക നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഐ വി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പുരുഷവാചക സർവനാമം എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജിസ് സർവനാം കെ ദ്വാര बोलने वाले का, सुनने वाले का अथवा जिस व्यक्ति के संबंध में बोला जाता है उसका बोध हो उसे पुरुषवाचक സർവനാം कहते हैं. അപ്പോൾ ഏത് സർവനാമം മുഖേനയാണ് ബോലനെ വാല പറയുന്ന ആൾ, സംസാരിക്കുന്ന ആൾ, സുന്യവാലെ കേൾക്കുന്നവർ, അഥവാ ജിസ് വ്യക്തിക്ക് സംബന്ധമേ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, അങ്ങനെയുള്ള ബോധമുണ്ടാക്കുന്നത് ഉസേ പുരുഷവാചക സർവനാം कहते. അതിനെ പുരുഷവാചക സർവനാം എന്ന് പറയുന്നു. പറയുന്നവരെ, കേൾക്കുന്നവരെ, ആരെങ്കിലും കുറിച്ച് നമ്മൾ പറയുകയാണ്, ഇതെല്ലാം പുരുഷവാചക സർവനാമിലാണ് പെടുന്നത്. അപ്പോൾ എന്താണ് പുരുഷവാചക സർവനാം? പുരുഷവാചക സർവനാം കിസേ कहते हैं അല്ലെങ്കിൽ പുരുഷവാചക സർവനാം ക്യാ ഹി? എന്താണ്? ജിസ് സർവനാം കെ ദ്വാര बोलने वाले का, सुनने वाले का अथवा जिस व्यक्ति के संबंध में बोला जाता है उसे उसका बोध कराने वाले शब्दों को पुरुषवाचक സർവനാം कहते हैं. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പുരുഷവാചക സർവനാം എന്ന് പറയുന്നത്. പുരുഷവാചക സർവനാം 3 प्रकार के होते हैं. ഇനി പുരുഷവാചക സർവനാം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് ഉത്തം പുരുഷാണ്, രണ്ടാമത്തെ മധ്യം പുരുഷാണ്, മൂന്നാമത്തെ അന്യപുരുഷ്. ഇംഗ്ലീഷ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നു. അപ്പോൾ പുരുഷവാചക സർവനാം എന്ന് പഠിച്ച് അതിനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെയാണ് ഉത്തം പുരുഷ് എന്ന് പറയുന്നത്. എന്താണ് ഉത്തം പുരുഷ്? बोलने वाले अथवा लिखने वाले व्यक्तियों के स्थान पर जिन सर्वनामों का प्रयोग होता है उन्हें उत्तम पुरुष सर्वनाम कहते हैं. ഉത്തം പുരുഷ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ബോൽനെ വാലെ അഥവാ ലിഖ്നെ വാലെ വ്യക്തിയോം കെ സ്ഥാൻ പർ, നമ്മൾ പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾ, അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏത് സർവനാമമാണോ ഉപയോഗിക്കുന്നത്, ഏത് പ്രോനൗണാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെ ഉത്തം പുരുഷ സർവനാമം എന്ന് പറയുന്നു. നമ്മൾ പറയുമ്പോൾ ഞാൻ, കേൾക്കുന്നവരെന്ന് പറഞ്ഞാൽ എഴുതുന്നവർ, ഞാൻ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സർവനാമമാണോ ഉപയോഗിക്കുന്നത്, बोलने वाला अथवा लिखने वाले व्यक्तियों के स्थान पर जिन सर्वनामों का प्रयोग करता है उन्हें उत्तम पुरुष सर्वनाम कहते हैं. എക്സാമ്പിൾ പറയുന്നുണ്ട്. മേം, ഹം, ഐ, വി, ഞാൻ, ഞങ്ങൾ. ഒരു കാര്യം പറയുക അല്ലെങ്കിൽ ഒരു കാര്യം എഴുതുക, അതിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാക്കുന്ന സർവനാമമാണ് ഉത്തം പുരുഷ് സർവനാം. എക്സാമ്പിൾ അതിൻ്റെ മേം, ഹം എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. രണ്ടാമത്തെ പോയിൻ്റ് പുരുഷവാചക സർവനാമിൽ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് മധ്യം പുരുഷാണ്, സെക്കൻഡ് പേഴ്സണാണ്. ആദ്യത്തെ നമ്മൾ പറയുന്നതും എഴുതുന്നതുമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് മധ്യം പുരുഷനാകുമ്പോൾ അത് കേൾക്കുന്നവരാണ്. നമ്മൾ പറയുന്നു, ആ പറയുന്നത് കേൾക്കുന്നവരാരാണോ. പോയിൻ്റ് നോക്കാം. ശ്രോത അർത്ഥാത് സുनने वाले के लिए प्रयुक्त होने वाले സർവനാം മധ്യം പുരുഷ സർവനാം कहलाते हैं. ശ്രോത കേൾവിക്കാർ, സുന്നേവാല കേൾക്കുന്നവർ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആരാണോ കേൾക്കുന്നത്, കേൾവിക്കാരാരാണോ അല്ലെങ്കിൽ കേൾക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യം പുരുഷ സർവനാം. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന എക്സാമ്പിൾ തൂ, തും, ആപ്, നീ, നിങ്ങൾ, താങ്കൾ. അപ്പോൾ മധ്യം പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോത അഥവാ सुनने वाले के लिए प्रयुक्त होने वाले सर्वनाम मध्यम पुरुष सर्वनाम कहलाते हैं. കേൾക്കുന്നവർ, കേൾവിക്കാർ, അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർവനാമമാണ്, പ്രോനൗണാണ് മധ്യം പുരുഷ സർവനാം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, യു എന്നുള്ള അർത്ഥമുണ്ട്. തു, തും, ആപ്. നെക്സ്റ്റ് അന്യപുരുഷാണ്, തേർഡ് പേഴ്സൺ ആണ്.
അത് കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ പറയുന്നതും എഴുതുന്നതുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ സർവ്വനാമം ഉപയോഗിക്കുന്നത് അതാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഉത്തം പുരുഷ പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മധ്യം പുരുഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അന്യപുരുഷാണ്. ജിസ്കെ വിഷയ മേ കുച്ച് കഹാ ജായേ या लिखा जाए उसके लिए प्रयुक्त होने वाले सर्वनामों को अन्य पुरुष सर्वनाम कहते हैं. ഇത് കുറച്ച് വ്യത്യാസമുള്ളത്. ജിസ്കെ വിഷയമേ കുച്ച് കഹാ ജായേ, ആരെക്കുറിച്ചാണോ നമ്മൾ എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്, അല്ല ഏത് വ്യക്തിയെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഏത് വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് എഴുതുന്നത്, ഉസ്കെ ലിയേ പ്രയുക്ത് ഹോനെ വാലെ സർവനാം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമമാണ് അന്യപുരുഷ സർവനാം. ഇപ്പോൾ നമ്മൾ പറയണ അവൻ, അവൾ അല്ലെങ്കിൽ അവർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുകയും എഴുതുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് സർവനാമമാണ് ഉപയോഗിക്കുന്നത് അതാണ് അന്യപുരുഷ സർവനാം. പോയിൻ്റ് ഇതാണ്. जिसके विषय में कुछ कहा जाए या लिखा जाए उसके लिए प्रयुक्त होने वाले सर्वनामों को अन्य पुरुष सर्वनाम कहते हैं. एग्जाम्पल यह, वह, ये, वे. ഹി, ഷീ, അതുപോലെ തന്നെ ദേ എന്നൊക്കെ പറയുന്നത് അതിൽ പെടുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ പുരുഷവാചക സർവനാമത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണ്, ഒരു 5 പോയിൻ്റ് വരുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. പുരുഷവാചക സർവനാമം के बारे में निम्नलिखित बातें ध्यान में रखनी चाहिए. പുരുഷവാചക സർവനാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് നോക്കാം. ഹം സർവനാം ബഹുവചൻ ഹെ, पर कई बार एकवचन में भी इसका प्रयोग किया जाता है. ആദ്യത്തെ പോയിൻ്റ് ഇങ്ങനെയാണ്. ഹം എന്ന് പറയുന്നത്, വി, ഹം എന്ന് പറയുന്നത് ആ സർവനാമം ബഹുവചനാണ്. ഹം എന്ന് പറയുന്ന സർവനാമം വരുന്നത് പുരുഷവാചകയിലെ ഉത്തം പുരുഷനിലാണ് അത് വരുന്നത്. ആ ഹം എന്ന് പറയുന്ന സർവനാമം ബഹുവചനാണ്. പക്ഷേ കൈ ബാർ ഏകവചൻ മേ ബി ഇസ്കാ പ്രयोग किया जाता है. പക്ഷേ ഒരുപാട് പ്രാവശ്യം അത് ഏകവചനത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഹം എന്ന് പറയുന്നത് നമുക്കറിയാം ബഹുവചനാണ്, പക്ഷെ അത് ഏകവചനത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ബഡേ ബഡേ, അധികാരി, संपादक आदि अपने बड़पन को प्रकट करने के लिए मेम के स्थान पर हम का प्रयोग करते हैं. बड़े बड़े अधिकारी, വലിയ വലിയ ഓഫീസർമാർ, അതുപോലെ എഡിറ്റർമാർ മുതലായവരെ अपने बड़पन को प्रकट करने के लिए അവരുടെ ആ വലിപ്പം അല്ലെങ്കിൽ ആ മഹത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മേം കെ സ്ഥാൻ പർ, മേം എന്ന് ഞാനെന്ന് വെക്കുന്നതിന് പകരം അവിടെ ഹം എന്നുള്ള വേർഡാണ് പ്രയോഗിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. ഹം എന്ന് പറയുന്നത് പുരുഷവാചക സർവനാമിലെ ഉത്തം പുരുഷാണ്. അത് ബഹുവചൻ ശബ്ദമാണ്, വേർഡാണ്. അത് കൈ ബാർ ഏകവചൻ മേ ബി പ്രयोग किया जाता है. ഏകവചനത്തിൽ അത് പ്രയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്ന കാര്യം ഇതാണ്. बड़े बड़े अधिकारी, संपादक आदि अपने बड़पन को प्रकट करने के लिए, अपने बड़पन को दिखाने के लिए मेम के स्थान पर हम का प्रयोग करते हैं. मेम എന്നുള്ളതിന് പകരം അവിടെ ഹം എന്നുള്ള വേർഡാണ് അവിടെ വയ്ക്കുന്നത്. ഏകവചനത്തിൽ അവിടെ ഉപയോഗിക്കുന്നു. हम आदेश देते हैं कि कोई भी कर्मचारी हड़ताल न करे. ഇവിടെ പറയണേ ഞാൻ ഓർഡർ ഇടാണ്. ഹം എന്നുള്ളതിനവിടെ മേം എന്നുള്ള അർത്ഥത്തിലാണ് വെച്ചിരിക്കുന്നത്, ഏകോദനത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്താണ്? കോയി ബി കർമ്മചാരി ഹർത്താൽ നഗരെ, ഒരൊറ്റ ആളും എന്ത് ചെയ്യാൻ പാടില്ല, ഹർത്താൽ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ഇടുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും വലിയ ഓഫീസർമാർ അങ്ങനെ ഓർഡർ ഇടുമ്പോൾ ആ മേം എന്നുള്ളതിന് പകരം ഹം എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. इस अंक में हम खेलकूद के शौकीन पाठकों के लिए विशेष सामग्री प्रस्तुत करेंगे. इस अंक में हम खेलकूद के शौकीन पाठकों के लिए, അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ പറയുന്നതാണ് ഹം എന്നാണ് വെച്ചിരുന്നത്, മേം എന്നല്ല. ഹം കേൽക്കൂദ് കെ ഷൗക്കീൻ പാഠകം, അതായത് സ്പോർട്സിന്
ഗെയിംസിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി, വായനക്കാർക്ക് വേണ്ടിയിട്ട് വിശേഷ സാമഗ്രി പ്രസ്തുതകരിക, പ്രത്യേക സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു. അവിടെ മേം എന്നാണ് വെക്കേണ്ടത്, പക്ഷെ അവിടെ ഹം എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത്. ഹം എന്നുള്ളത് ഏകോചനത്തിലാണ് അവിടെ ഉപയോഗിച്ചത്. രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്, യേ ഔർ വേ ബഹുവചൻ സർവനാം ഹേ. യേ വേ എന്ന് പറയുന്നത് ബഹുവചനാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, അന്യപുരുഷനിൽ വരുന്നതാണ് വഹ്, യഹ്, വേ, യേ തുടങ്ങിയവ. അപ്പോൾ വഹ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് വേ എന്നുള്ളത്, അതുപോലെ യഹ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് യേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ബഹുവചനാണ്, രണ്ടും ബഹുവചന സർവനാമമാണ്. पर बड़े और आदरणीय व्यक्तियों के लिए यह वह के स्थान पर ये वे का प्रयोग सम्मान दिखाने के लिए किया जाता है. ये और वे बहुवचन सर्वनाम है, ബഹുവചനാണ്. പക്ഷേ ബഡേ ഔർ ആദരണീയ വ്യക്തിക്ക് ലിയേ, അതായത് നമ്മൾ പ്രായമുള്ള അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്ന വ്യക്തികളിലെ സ്ഥാനത്ത്, അതായത് വഹ് യഹ് എന്ന് പറയുന്ന ആ വെക്കേണ്ട സ്ഥാനത്ത് അവൻ, ഇവൻ എന്ന് പറയേണ്ട ആ സ്ഥാനത്ത് അവിടെ യേ വേക്ക പ്രയോഗം, വഹ് യഹ് വെക്കേണ്ടടുത്ത് വേ യേ എന്ന് അവർ പ്രയോഗിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്, സമ്മാൻ ദിഖാനെ കേലിയെ, അതായത് റെസ്പെക്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വഹ് യഹ് എന്ന് വെക്കേണ്ട സ്ഥാനത്ത് വേ യേ എന്നുള്ള വേർഡാണ് അവിടെ പ്രയോഗിക്കുന്നത്. വാസ്തവത്തിൽ അത് ബഹുവചന സർവനാമമാണ്. പക്ഷെ അവിടെ റെസ്പെക്റ്റ് കാണിക്കുന്ന സമ്മാൻ ദിഖാനെ കേലിയെ വഹ് और ये के स्थान पर वे और ये का प्रयोग करते हैं. एग्जाम्पल കൊടുത്തിട്ടുണ്ട്. वे राष्ट्रपति आज राष्ट्र के नाम संदेश प्रसारित करेंगे. അവിടെ പറയണ വേ, അവിടെ രാഷ്ട്രപതിയാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആദരണീയനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, അവിടെ വെച്ച വേർഡ് വഹ് എന്നല്ല വേ എന്നാണ്. ആജ് രാഷ്ട്രക്ക് നാം സന്ദേശ് പ്രസാരിത് കരേങ്കെ. അപ്പോൾ വിശേഷ അവസരങ്ങളിൽ, ഇപ്പോൾ സ്വാതന്ത്ര്യദിനം അല്ല റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ രാഷ്ട്രപതിയുടെ സന്ദേശം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ പറയുന്നത് രാഷ്ട്രപതിക്ക് നമ്മളവിടെ വെച്ചത് വഹ് എന്നല്ല ഒരു വ്യക്തിയുള്ളൂ, പക്ഷേ അവിടെ ആദർ ദിഖാനെ കേലിയ സമ്മാൻ ദിഖാനെ കേലിയെ വേ കാ പ്രയോഗ കർത്തേ ഹേ. രാഷ്ട്രപതി എന്നുള്ളിടത്ത് വേ എന്നുള്ളതാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, തു സർവനാം കാ ഏകോചൻ മേ പ്രयोग या तो अपने से बहुत छोटों के लिए किया जाता है. അടുത്ത പോയിൻ്റ്, തു എന്ന് പറയുന്ന സർവനാമം അത് നമ്മൾ മധ്യം പുരുഷനിലാണ് വരുന്നത്. തു, തും, ആപ്, അത് മധ്യം പുരുഷനിൽ വരുന്ന സർവനാമമാണ്. തു സർവനാം കാ ഏകോചൻ മേ പ്രयोग या तो अपने से बहुत छोटों के लिए किया जाता है या किसी का निरादर करने के लिए. തു സർവനാമം ഏകോചനാണ്, അത് പ്രയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്, അപ്പനേസെ ബഹുത്ത് ചോട്ടം കേലിയ, നമ്മളെക്കാളും വളരെ പ്രായം കുറഞ്ഞവർ, ചെറിയ കുട്ടികളുടെ അടുത്ത് അല്ലെ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരുടെ അടുത്താണ് നമ്മൾ തു എന്ന് പറയുന്ന സർവനാമം ഉപയോഗിക്കുന്നത്. അതല്ലേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കിസിക്ക നിരാദർ കർണേ കേലിയെ, നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കിസിക്കോ നിരാദർ കർണേ, ആദർ നഹിം കർണേ കേലിയെ, ആദരവ് പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, തു എന്നുള്ള സർവനാമം അവിടെ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്, തു मध्यम पुरुष सर्वनाम है, यह एकवचन में प्रयोग करते हैं. ये एकवचन में प्रयोग या तो अपने से बहुत छोटों के लिए, बहुत छोटे व्यक्तियों के लिए അല്ലെങ്കിൽ बच्चों के लिए प्रयोग किया जाता है. അതല്ലെങ്കിൽ നമുക്ക് പറയാം किसी का निरादर करने के लिए तो का प्रयोग किया जाता है. റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കാൻ, അത് നിരാകരിക്കാൻ, ആദരവ് കൊടുക്കാതിരിക്കാനായിട്ട് അവിടെ തു എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, തു ചുബ് രഹതാ ഹേ കി നഹി, നീ മിണ്ടാതിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന ഭാഗം തു, നിങ്ങളെന്നല്ല തു.
ബേട്ട തൂ യഹീൻ ടഹർ, മോനെ നീ ഇവിടെ നിൽക്ക്. അപ്പോൾ അവിടെ നമ്മളെക്കാളും ചെറിയ കുട്ടികൾ, അതല്ലെങ്കിൽ ചെറിയ വ്യക്തികൾ, അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കാൻ ആവശ്യമില്ലാത്ത വ്യക്തികൾ, അങ്ങനെയുള്ളവരുടെ അടുത്താണ് നമ്മൾ തൂ എന്നുള്ള സർവനാമം ഉപയോഗിക്കുന്നത്. അത് ഏകവചനാണ്. നാലാമത്തെ പോയിൻ്റ്, തും സർവനാം കാ ഏകവചൻ और ബഹുവചൻ दोनों में प्रयोग होता है. തും എന്ന് പറയുന്നത് സർവനാമം ഏകവചൻ और ബഹുവചൻ, ഏകവചനത്തിലും ബഹുവചനത്തിലും രണ്ട് ഇതിലും, അതായത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും രണ്ടിലും എന്തുപയോഗിക്കുന്നുണ്ട്? തും എന്ന് പറയുന്ന സർവനാമം ഉപയോഗിക്കുന്നുണ്ട്. തും എന്ന് പറയുന്നത് മധ്യം പുരുഷയിൽ തന്നെയാണ് വരുന്നത്. തൂ തും ആബ് എന്നുള്ളത് മധ്യം പുരുഷ സർവനാമമാണ്. അത് കേൾക്കുന്നവർ ശ്രോതായ സുന്നേവാലയൊക്കെ ബോധകരാത്തേഹേ. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് രണ്ട് വചനത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഏകവചനത്തിലും ബഹുവചനത്തിലും തും എന്ന് പറയുന്ന സർവനാമം ഉപയോഗിക്കുന്നുണ്ട്. ജയ്സേ യാർ തും മേരി ബാത് മാനോഗെ. അപ്പോൾ ഇവിടെ ഏകവചനത്തിലും ബഹുവചനത്തിലും നീ ഞാൻ പറയുന്നത് കേൾക്കില്ലേന്ന് ചോദിക്കുന്ന ഭാഗം തും. അവിടെ നീ എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഏകവചനത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന സെൻറ്റൻസിൽ ബച്ചോ, അതവിടെ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ബച്ചോ, ബച്ചോ തും കഹാനി സുനോഗെ. നിങ്ങൾക്ക് കഥ കേൾക്കണ്ടേ? കുട്ടികളെ നിങ്ങൾക്ക് കഥ കേൾക്കണ്ടേ? തും എന്നവിടെ ബഹുവചനത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകവചനത്തിലും ബഹുവചനത്തിലും തും എന്ന് പറയുന്ന സർവനാമം നമ്മൾ ഉപയോഗിക്കുന്നു. അഞ്ചാമത്തെ പോയിൻ്റ്, ലാസ്റ്റ് പോയിൻ്റ്, बहुवचन आप शब्द का प्रयोग आदर दिखाने के लिए ही ഏകവചൻ के रूप में किया जाता है. ബഹുവചനത്തിലെ ആബ് എന്ന് പറയുന്ന ശബ്ദം, ആബ് എന്ന് പറയുന്ന വേഡ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്? ആദർ ദിഖാനെ കെ ലിയേ ഹി ഏകവചൻ കെ രൂപ മേ കിയാ ജാതാ ഹെ. ബഹുവചന രൂപമായിട്ടുള്ള ആബ് എന്ന് പറയുന്ന വേഡ് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകവചനത്തിൻ്റെ രൂപത്തിലാണ് പ്രയോഗിക്കുന്നത്. നമ്മൾ റെസ്പെക്റ്റ് കാണിക്കാനായിട്ട് ഏകവചനത്തിൻ്റെ രൂപത്തിൽ നമ്മളത് പ്രയോഗിക്കുന്നു. ബഹുവചൻ വേഡാണ് ആബ് എന്ന് പറയുന്നത്, പക്ഷെ അത് നമ്മൾ ആദരവ്, റെസ്പെക്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഏകവചനത്തിൻ്റെ രൂപത്തിലാണ് നമ്മളത് പ്രയോഗിക്കുന്നത്. ജയ്സേ പിതാജി ആബ് ഇത്തനെ ദിൻ കഹാം ഥേ. ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? പിതാജി, അവിടെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, ഏകവചനമാണ്, റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആബ് ഇത്തനെ കഹാം ഥേ. തുമ്മെന്ന് വയ്ക്കില്ല, തൂന്ന് വയ്ക്കില്ല. നീ അച്ഛനോട് ചോദിക്കണം, നീ ഇത്ര നാൾ എവിടെയായിരുന്നു, നിങ്ങൾ എത്ര നാൾ എവിടെയായിരുന്നു? അവിടെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നു. ആബ് ഇത്തനെ ദിൻ കഹാം ഥേ, താങ്കൾ ഇത്രയും നാൾ എവിടെയായിരുന്നു. അഞ്ചാമത്തെ പോയിൻ്റ് അതാണ്. ആബ് ബഹുവചൻ രൂപമാണ്, പക്ഷേ ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നതാണത്. ഏകവചനത്തിൻ്റെ രൂപത്തിലത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിൻ്റാണ് പഠിച്ചത്. സർവനാമം എന്താണെന്ന് പഠിച്ചു, സർവനാമം എത്രയായിട്ട് തിരിച്ചു എന്നും പഠിച്ചു. പുരുഷവാചക, നിജവാചക, നിശ്ചയവാചക, അനിശ്ചയവാചക, സംബന്ധവാചക, പ്രശ്നവാചക. അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് പുരുഷവാചകം എന്ന് പറയുന്നത്. പുരുഷവാചകം എന്താണെന്ന് പഠിച്ചു. पुरुषवाचक എന്ന് പറഞ്ഞാൽ बोलने वाले का, सुनने वाले का, अथवा जिस व्यक्ति के संबंध में अरे जिस विषय के संबंध में बोला जाता है उसका बोध हो उसे पुरुषवाचक सर्वनाम कहते हैं. पुरुषवाचक सर्वनाम के तीन भेद हैं. आदित्य उत्तम पुरुष सर्वनाम बोलने वाले या लिखने वाले व्यक्तियों के स्थान पर जिन सर्वनामों का प्रयोग करते हैं उन्हें उत्तम पुरुष सर्वनाम कहते हैं. फॉर एग्जाम्पल मैं, हम. രണ്ടാമത്തെ മധ്യം പുരുഷാണ്. ശ്രോതാ या सुनने वाले के लिए प्रयुक्त होने वाले सर्वनाम मध्यम पुरुष सर्वनाम कहते हैं. जैसे तू तुम आप. നെക്സ്റ്റ് अन्य पुरुषाണ്, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. जिसके विषय में कुछ कहा जाए, जिस व्यक्ति के संबंध में कुछ कहा जाए और लिखा जाए उसके लिए प्रयुक्त होने वाले सर्वनामों को अन्य पुरुष सर्वनाम कहते हैं. वह, यह, वे, ये आदि इसका सर्वनाम है. ये पुरुषवाचक सर्वनामों के बारे में ध्यान देने के लिए कुछ बातें भी है. पहला, हम सर्वनाम बहुवचन है पर कई बार एकवचन में प्रयोग करते हैं. बड़े बड़े अधिकारी, संपादक आदि अपने बड़पन को प्रकट करने के लिए, अपने बड़पन को दिखाने के लिए मेम के स्थान पर हम का प्रयोग करते हैं. सेकंड पॉइंट है, ये और वे
बहुवचन सर्वनाम है, लेकिन बड़े और आदरणीय व्यक्तियों के लिए वह यह के स्थान पर वे ये का प्रयोग करते हैं. सम्मान दिखाने के लिए वे ये का प्रयोग करते हैं. नेक्स्ट मूന്നാമത്തെ पॉइंट, तो सर्वनाम एक वचन में प्रयोग करते हैं. अपने से बहुत छोटे व्यक्तियों के लिए प्रयोग करते हैं या किसी का निरादर करने के लिए भी तू का प्रयोग करते हैं. നാലാമത്തെ पॉइंट, तुम सर्वनाम का एकवचन और बहुवचन दोनों वचनों में प्रयोग होता है. തും എന്ന് പറയുന്നത് ഏകവചനത്തിലും ബഹുവചനത്തിലും ഒരുപോലെ പ്രയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത്, ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും. അഞ്ചാമത്തെ പോയിന്റ്, बहुवचन शब्द आप, इसका प्रयोग आदर दिखाने के लिए एकवचन के रूप में प्रयोग किया जाता है. ഇവിടെ നമ്മളെ അച്ഛനെ അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് അവിടെ നമ്മൾ തൂ എന്നോ തും എന്നോ സംബോധന ചെയ്യാൻ പറ്റില്ല ഏകവചനത്തിൽ. അതിന് പകരം നമ്മൾ ആപ്പ് എന്നാണ് അവിടെ സംബോധന ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തെടുക്കാനുള്ളത് നിജവാച സർവനാമമാണ്. നിജവാചിൽ നമുക്ക് വരുന്നത് ആബ്, സ്വയം, അപ്പനെ ആബ് എന്നുള്ളതൊക്കെയാണ് വരുന്നത്. അത് जो सर्वनाम अपने आप के लिए प्रयुक्त किया जाए उसे निजवाച സർവനാം कहते हैं. അപ്പോൾ നമ്മൾ എന്താണ് നിജവാച സർവനാം, അതിന് ഏതാണ് സർവനാമമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.